കർഷകരെ സംരംഭകരാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. മണ്ഡലം ചുറ്റുമേഖലകളിൽ സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയാനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പൊ ക്രിസ്റ്റീന, നമ്മള് മണ്ഡലം ചുറ്റി എവിടെ വന്നിരിക്കുന്ന? തൊടുപുഴ മണ്ഡലത്തില്. അതെ, തൊടുപുഴ എന്ന് പറയുമ്പോ തൊടുപുഴക്കാരുടെ ഔസേപ്പച്ചൻ, അതായത് പാലത്തിനാൽ ജോസഫ് നിയമസഭയിലെ ഏറ്റവും സീനിയോറിറ്റി ഉള്ള നേതാവ്, 6 തവണ മന്ത്രിയായി, അതും പല വകുപ്പുകളാണ്. അങ്ങനെ പലതരത്തില് കഴിവ് തെളിയിച്ച് ഈ തൊടുപുഴക്കാരെ ചങ്കിലേറ്റി വെച്ച ആ ജോസഫ് സാറിന്റെ മകനാണ് ഇത്തവണ തൊടുപുഴക്കാർക്ക് വേണ്ടി മത്സരിക്കുന്നത്. വോട്ട് ചോദിക്കുന്നതിന്റെ തിരക്കിലാണെന്ന് അറിയാം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചരണം ഇപ്പോൾ ഫുൾ സ്വിംഗിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയക്കുറവാണ് ഏറ്റവും വലിയ. അതെ, വളരെ കുറച്ച് സമയമുള്ളൂ. കാരണം ഇനി ഏതാണ്ട് 16 ദിവസമേ ഉള്ളൂ. പിന്നെ ഫാദർ ഉണ്ടാക്കി വെച്ച ഒരു ലെഗസി ഉണ്ടല്ലോ, അതിന് ഒരു കുറവും വരാൻ പാടില്ല. അപ്പൊ ആ ബെഞ്ച് മാർക്ക് അവിടെ നിൽക്കുകയാണ് അല്ലേ? ആ ബെഞ്ച് മാർക്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ടെൻഷൻ അല്ല, ചലഞ്ച് അതാണ്. കഴിഞ്ഞ 56 വർഷം അപ്പച്ചൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ജനങ്ങൾ എന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ തൊടുപുഴ ഇനിയും അതിലും ഉന്നതങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എന്റെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടില് അപ്പച്ചനുമായിട്ട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? വീട്ടില് ഗേറ്റ് ഇങ്ങ് കടന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ പിന്നെ രാഷ്ട്രീയം വീട്ടിൽ സംസാരിക്കുകയില്ല. ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരിശ് പറയും, പ്രാർത്ഥനയും, പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് പാടും ഇഷ്ടം പോലെ. നമ്മുടെ രാഷ്ട്രീയത്തില് നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് മത്സരിക്കുമ്പോ കർഷകർക്ക് എന്താണ് വാഗ്ദാനം നൽകാൻ? ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയെന്നോ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പറയുന്ന വിലയില്ലാത്ത എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? കർഷകർക്ക് കിട്ടുന്നില്ല. വിലയില്ല എന്ന് പറയുന്ന കർഷകന്റെ അവന്റെ പുരയിടത്തില വിലയില്ലാത്തത്. അതിനൊരു മാറ്റം വരണം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് മുഴുവനും സ്ത്രീ വോട്ടർമാരാണ്. ഞാൻ അത് നോക്കായിരുന്നു. അവരോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ്? സമൂഹത്തിലെ സ്ത്രീകൾക്ക് തുല്യ സ്ഥാനം ഉറപ്പാക്കുക. ഭരണത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞു, ഞങ്ങൾ ആശാ വർക്കർമാരുടെ ശമ്പളം 750 രൂപയാക്കും, എല്ലാ വനിതകൾക്കും പെൻഷൻ കൊടുക്കും. അത് ഈയിടയ്ക്കെന്തോ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ നയം പാസ്സാക്കേണ്ടത് അധികാരത്തിൽ വരുന്നതിൻ്റെ ആദ്യ ബജറ്റിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു 2 മാസം ബാക്കിയുള്ളപ്പം കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ കൊണ്ടത് തന്നെയായിരിക്കും. ഈ തൊടുപുഴക്കാരെ ഓർത്തുകൊണ്ട് തൊടുപുഴയാണ് എന്റെ നെഞ്ചിലെങ്കിലും പാടിയാലോ? പക്ഷെ പണ്ട് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് പാടാം. ഒരു നാൾ വിശന്നേറെ തളർന്നേതോ വാനം പാടി കണ്ടൊരു മിന്നിയേ പൊൻപയർ മണി എന്ന് തോന്നിച്ചെന്നു മിന്നി കരഞ്ഞോതി കഥ കേൾക്കൂ കൺമണി. പക്ഷെ നമ്മള് ഗംഭീരം. അപ്പൊ ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചേഴ്സ് ആവുന്നു, സിനിമാ നടന്മാരുടെ മക്കൾ സിനിമാ നടന്മാരാകുന്നു, കർഷകരുടെ മക്കൾ കർഷകരാകുന്നു, ഡോക്ടേഴ്സിന്റെ മക്കൾ ഡോക്ടേഴ്സ് ആകുന്നു. പിന്നെ രാഷ്ട്രീയക്കാർക്ക് മാത്രം എന്താ പ്രത്യേകത? എനിക്ക് അപ്പു ജോൺ ജോസഫിൽ നിന്ന് കേട്ടാക്കോളൂ. ഇടത് മുന്നണിയിലെ എത്ര സഖാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലുണ്ട്? എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പോയി പൈസ ഉണ്ടാക്കുന്നു. കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും നേതാക്കന്മാർ മാത്രമാണ് സ്വന്തം മക്കളെ രാഷ്ട്രീയത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ളൂ. ഈ സമർപ്പിത ജീവിതത്തിൽ മക്കളെ വിട്ടുകൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിലെയും കേരള കോൺഗ്രസിലെയും നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഔസേപ്പച്ചനെ നെഞ്ചിലേറ്റതുപോലെ അപ്പുവിനെയും നെഞ്ചിലേറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മൾ മണ്ഡലം ചുറ്റി അങ്ങനെ തൊടുപുഴയിലെ വിശേഷങ്ങൾ അറിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇനി അടുത്ത സ്ഥാനാർത്ഥിയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.